ആരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക? സാധാരണഗതിയിൽ മന്ത്രിയടക്കം പങ്കെടുക്കുന്നൊരു പതിവുണ്ട്. പക്ഷേ ഇത്തവണ എങ്ങനെയാണ്? ഉദ്യോഗസ്ഥരാണോ അതോ മന്ത്രിമാരാരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? ഒരു സാന്നിധ്യം ഇവിടെ കാണുന്നില്ല എന്നോടെ മനസ്സിലാക്കാൻ കാരണം ഇതിനു മുൻപ് ഓണം ബമ്പറിലടക്കം കെ.എൻ. ബാലഗോപാലായിരുന്നു ആ സമയത്ത് ധനമന്ത്രി. അദ്ദേഹം നേരിട്ട് വന്നിരുന്നു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ. പക്ഷേ ഈ സമയത്ത് അതിനുശേഷം നടന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിലടക്കം അത്തരത്തിൽ മന്ത്രിമാരാരും പങ്കെടുത്തിരുന്നില്ല. ഈ ഒരു വിഷു ബമ്പറിലും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഹാളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മന്ത്രിമാരോ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മറ്റ് ആരെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ. ബമ്പർ സമ്മാനം ആരെ തേടിയെത്തുന്നു എന്ന കാര്യത്തിലടക്കം നറുക്കെടുപ്പിന്റെ എല്ലാ കാര്യക്രമത്തിലും പങ്കെടുക്കുന്നത് ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഇപ്പോൾ നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ കാര്യത്തിൽ വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ VD1354552. ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ VD1354552. ഇതേ നമ്പറിലെ മറ്റ് 5 പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. ആകെ 5 ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാനത്തുക. അടുത്തതായി ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ രണ്ടാം സമ്മാനത്തിനായി മക്കളിലേക്ക് കടക്കുകയാണ്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 6 പരമ്പരകൾക്കാണ് നൽകുന്നത്. ആകെ 6 കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക. ആദ്യമായി VA പരമ്പര മക്കളെടുക്കുന്നു. ബസ്രമത്വനായി ശ്രീമതി SS സിന്ധുവിനോട് അഭ്യർത്ഥിക്കുന്നു. VA പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VA616453. VA616453. VB പരമ്പര മക്കളെടുക്കുന്നു. ബസ്രമത്വനായി ശ്രീമതി മേരി പുഷ്പത്തിനോട് അഭ്യർത്ഥിക്കുന്നു. VB പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VB964455. ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല. മക്കളിപ്പോ ഒരിക്കൽ കൂടി നടക്കുന്നു. ബസ്രമത്വനായി ശ്രീമതി മേരി പുഷ്പത്തിനോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.